ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചപ്പോൾ അത് കേരളത്തിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലവും ചേലക്കരയും പാലക്കാടുമായി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലുമായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും സംഭവവികാസങ്ങൾ ഉണ്ടായതുമൊക്കെ എന്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് തീയതി വരെ പിന്നീട് മാറ്റി നിശ്ചയിക്കേണ്ടി വന്നൊരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. CPM-നും കോൺഗ്രസിനും BJP-ക്കും ഏറെ ആവശ്യവും ആവേശവുമായി മാറിയതും ഈ പാലക്കാട് തന്നെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റായ ഇവിടെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ രാജിവെച്ച ഒഴിവിലേക്ക് സ്ഥാനാർത്ഥിയായി ഷാഫി തന്നെ നിർദ്ദേശിച്ച തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തുടങ്ങിയ ആ കോലാഹലങ്ങൾ LDF-ന് വേണ്ടി സ്വന്തം പാർട്ടിക്കാരനെ തന്നെ സ്ഥാനാർത്ഥിയായി ബലി നൽകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് പുറത്തുപോയ ഡോക്ടർ P. സരിൻ്റെ ആ ചുവട് പിടിച്ച് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പുറത്തേക്ക് ചാടിയെങ്കിലും K. സുധാകരനും VD സതീശനും അടങ്ങുന്ന പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അവർ പാലക്കാട്ടിലേക്ക് അവിടെ എത്തി തിരഞ്ഞെടുപ്പ് കഴിയും വരെ അവിടെ തമ്പടിച്ചാണ് പാർട്ടിക്ക് പുറത്തേക്കുള്ള ഒഴുക്കിനെ തടയിടുവാനായത്. ഇതിനിടയിൽ കോൺഗ്രസിന് വേണ്ടി കർണാടകയിൽ നിന്നും എത്തിയ കള്ളപ്പണത്തിനെ സംബന്ധിച്ച വിവാദങ്ങൾ കോൺഗ്രസിനെ പിടികൂടിയെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യുവാൻ സാധിച്ചത് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസമായി മാറി. CPM-കാർ കോൺഗ്രസിൽ നിന്നാണ് ഒരു നേതാവിനെ ചാടിച്ചു കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയതെങ്കിൽ അതിനവർ പകരം വീട്ടിയതാവട്ടെ BJP-യിലെ താരപ്രമുഖനായിട്ടുള്ള സന്ദീപ് വാര്യരെ BJP-യിൽ നിന്നും ചാടിച്ച് കോൺഗ്രസിനൊപ്പം ചേർത്തുകൊണ്ടായിരുന്നു. ഇതൊരു രാഷ്ട്രീയ വിജയമായിട്ട് തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. സന്ദീപിൻ്റെ വരവോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തിൽ കല്ലുകടി പ്രതീക്ഷിച്ചിരുന്നവർക്കുള്ളൊരു മറുപടിയായി സന്ദീപിനെ ഏറെ വിമർശിച്ചിരുന്ന K. മുരളീധരനെയും അതേപോലെ തന്നെ ചാമക്കാലയൊക്കെ ഒരുമിച്ച് നിർത്തി അങ്ങനെ വേദി പങ്കിടുവാൻ സാധിച്ചതും കോൺഗ്രസിൻ്റെ വിജയമായി കാണുകയാണ്. കൂടാതെ സന്ദീപ് വാര്യർ BJP-യിൽ നിൽക്കുന്ന സമയത്ത് ചാനൽ ചർച്ചയിൽ മുസ്ലിം സമുദായത്തിനെതിരായുള്ള നിത്യവിമർശകനായിരുന്നതിനാൽ ആ സമൂഹത്തിൻ്റെ വിമർശനത്തെ മറികടക്കാൻ സന്ദീപിനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പാണക്കാട്ടെ വസതിയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹം വാങ്ങിയെടുക്കുവാനും സന്ദീപിനെ കുറിച്ച് അങ്ങനെ നല്ല വാക്കുകൾ പറയുവാൻ സാധിച്ചതും കുഞ്ഞാലിക്കുട്ടിയുടെ ആ ഒരു സഹായത്തിലാണെങ്കിൽ പോലും അതും കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് UDF-ൻ്റെ ഒരു വിജയമായി അവർ തന്നെ കാണുകയാണ്. ഏറ്റവും ഒടുവിൽ പരമ്പരാഗതമായി കോൺഗ്രസിനും UDF-നും കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ ക്രൈസ്തവ സഭ വഖഫ് ബോർഡിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന മുനമ്പം സമരത്തിൽ തട്ടി അത് നഷ്ടപ്പെടാതിരിക്കുവാനുമായി വോട്ടുകൾ മറ്റു സ്ഥാനാർത്ഥികൾക്ക് പോകാതിരിക്കുവാനുമായി മുസ്ലിം ലീഗ് നേതാക്കളെ മുനമ്പം സമരഭൂമിയിലേക്ക് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കെന്ന പേരിൽ എത്തിക്കുവാൻ സാധിച്ചതും ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായും സമരസമിതി നേതാക്കന്മാരുമായും അതും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സന്ദർശനവും ചർച്ചയും നടത്തുവാൻ സാധിച്ചതും കോൺഗ്രസ് ഒരു രാഷ്ട്രീയ വിജയമായി ഇപ്പോൾ കാണുകയാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയവും കൂട്ടത്തിൽ മുഖ്യമന്ത്രി കസേര അങ്ങനെ സ്വപ്നം കാണുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് ഈ കരുക്കളെല്ലാം ഇവിടെ നീക്കിയിട്ടുള്ളത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചതുരംഗ കളിയിൽ തങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗിനെ കൂടാതെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എല്ലാം വോട്ടുകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉറപ്പാക്കാൻ ആയതിനാൽ വളരെ ആത്മവിശ്വാസത്തിലുമാണ്. എന്നാൽ ഭരണമുന്നണിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം പാലക്കാട് നിലവിൽ BJP-ക്കും താഴെയായി മൂന്നാമതാണ് അവരുടെ സ്ഥാനമെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പോടെ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തുവാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് അവർ ആദ്യം തന്നെ ചെയ്തത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും നേതാവുമായ P. സരിനെ അടർത്തിയെടുത്ത് LDF-ന്റെ സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചത് അതൊരു രാഷ്ട്രീയ വിജയമായി കാണുകയാണ്. സത്യത്തിൽ അത് കോൺഗ്രസിന് ഏറ്റൊരു വലിയ അടി തന്നെയായിരുന്നു, അതിലൊരു സംശയവുമില്ല. പിന്നെ ഹോട്ടൽ മുറിയിൽ കോൺഗ്രസിന് വേണ്ടി പണം എത്തിച്ചതിൻ്റെ ആ വിവാദങ്ങൾ LDF ഉയർത്തിയെങ്കിലും അതിൻ്റെ കൂടുതൽ വ്യക്തത പുറത്തു വരുത്തുവാൻ സാധിക്കാതിരുന്നത് വലിയ നേട്ടമാക്കി എടുക്കുവാൻ സാധിച്ചില്ല എങ്കിലും അന്നത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുവാൻ സാധിച്ചത് പെട്ടിയുമായി അർദ്ധരാത്രി
സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും എല്ലാം അങ്ങനെ പരക്കം പായുന്നതൊക്കെ അങ്ങനെ കണ്ട ജനങ്ങളിൽ കുറെ പേരുടെ ഇടയിലെങ്കിലും കോൺഗ്രസിന് വേണ്ടിയാണ് ആ കള്ളപ്പണം പാലക്കാട് എത്തിയിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് ഉടൻ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെയും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നും അതുകൊണ്ട് തന്നെ CPM-ന്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അരയും തലയും മുറുക്കി പ്രവർത്തിക്കണമെന്ന CPM-ന്റെ ആ കർശന നിർദ്ദേശമുള്ളതിനാലും മന്ത്രിമാരും ഉന്നത നേതാക്കന്മാരും പാലക്കാട് ഇലക്ഷൻ കഴിയും വരെ അവിടെ നിന്ന് പ്രവർത്തിച്ചതിനാൽ എല്ലാ കീഴ്ഘടകങ്ങളും വളരെ സക്രിയമായി പ്രവർത്തിച്ചതുകൊണ്ട് വിജയിച്ചില്ലെങ്കിലും രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തിച്ചേരുവാൻ LDF-ന് സാധിക്കുമെന്നാണ് CPM-ഉം മുന്നണിയും ഇവിടെ കരുതുന്നത്. എന്നാൽ മൂന്നാം മുന്നണിയായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യവും BJP-യും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഉണ്ടായത്. എന്നാൽ തുടക്കത്തിലെ ശോഭാ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥാനാർത്ഥി പരിവേഷവും ചെറിയ മുറുമുറുപ്പോടെ നിന്ന NDA-യിലെ രണ്ടാം കക്ഷിയായ BDJS-നുണ്ടായ ചില സൗന്ദര്യ പിണക്കങ്ങളെയും പരിഹരിക്കുവാനും അവിടെ സാധിച്ചത് അത് നേതൃത്വത്തിന് ഒരു ആത്മവിശ്വാസമേറിയിരുന്നു. BJP-യെ സംബന്ധിച്ച് പാലക്കാട് വിജയിക്കുക എന്നത് ഒരു അഭിമാന പോരാട്ടമായിരിക്കുന്നു. ഒന്നാമതേ, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി NDA ഇവിടെ രണ്ടാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമാൻ ശ്രീധരൻ കേവലം 3000-ൽ പകരം വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. അതും BJP അവിടെ വിജയിക്കാതിരിക്കുവാൻ വേണ്ടി ഇടതുപക്ഷം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പലിന് വോട്ട് ചെയ്തത് കൊണ്ട് മാത്രവും. ഈ സത്യം പലതവണ നമ്മുടെ AK ബാലനടക്കമുള്ള CPM-ന്റെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കൂടാതെ പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 3 തവണയായി അവിടെ തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് BJP-യാണ്. മറ്റു പഞ്ചായത്തുകളിലും BJP-ക്ക് വലിയ സ്വാധീനവും നിരവധി വാർഡ് മെമ്പർമാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് വിധേനയും പാലക്കാട് വിജയിക്കുക എന്നത് BJP-യുടെ ഒരു തീരുമാനവുമാണ്. അതിനാൽ പാലക്കാട് എന്തെല്ലാമാണോ അവിടെ ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ, അതെല്ലാം BJP ഉപയോഗിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു NDA സ്ഥാനാർത്ഥി വിജയിച്ചു കയറി MP ആയതും മന്ത്രിയായതുമൊക്കെ BJP-ക്ക് ഏറെ ആത്മവിശ്വാസം പകർന്നു നൽകിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും എല്ലാ ജില്ലയിൽ നിന്നുമുള്ള പ്രവർത്തകരും പാലക്കാട്ടേക്ക് എത്തി അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. കൂടാതെ ക്രിസ്ത്യൻ സഭ നേരിട്ട് നടത്തുന്ന മുനമ്പം ഭൂമി ആ ഒരു പ്രശ്നത്തിൽ BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ആ സമരത്തെ അനുകൂലിച്ച് രംഗത്ത് വരാതിരുന്നതും NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന തിരിച്ചറിവിലാണ് BJP എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ തിരക്കിനിടയിലും മുനമ്പത്തേക്കെത്തി അവിടുത്തെ സമരത്തിൽ പങ്കെടുക്കുവാൻ സമയം കണ്ടെത്തിയത്. മാത്രമല്ല, മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ആകെ ഇടപെട്ട രാഷ്ട്രീയ പാർട്ടി BJP ആയതിനാൽ തങ്ങളുടെ വോട്ട് അത് BJP-ക്കായിരിക്കുമെന്ന് പറയുവാനുള്ള ഒരു ധൈര്യവും പാലക്കാട്ടെ ക്രൈസ്തവ മത പുരോഹിതന്മാർ അവിടെ കാട്ടുകയുമുണ്ടായി. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് BJP-ക്ക് തൃശ്ശൂരിൽ വോട്ട് ചെയ്തതായി ക്രിസ്ത്യാനികളും BJP-യും ഒരേ സ്വരത്തിൽ പറയുന്നുമുണ്ട്. അങ്ങനെ അമിത പ്രതീക്ഷയിൽ പാലക്കാട്ടെ BJP എത്തി നിൽക്കുമ്പോഴാണ് ഒരു ഇടുത്തി പോലെ BJP നേതാവ് സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കാൻ സീറ്റ് കിട്ടാതിരുന്നതിനാൽ പാർട്ടിക്ക് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് BJP-യിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സന്ദീപ് വാര്യർ BJP നേതൃത്വത്തോടെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു പണി അത് സന്ദീപ് തന്നിട്ട് പോകുമെന്ന് BJP നേതൃത്വം കരുതിയേയില്ല. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസ്സുകാർ എല്ലായിടത്തും ഇങ്ങനെ ചുമന്നുകൊണ്ട് ഇപ്പോൾ നടക്കുകയും ചെയ്തു. എന്നാൽ സന്ദീപ് വാര്യർ BJP-ക്ക് ക്ഷീണമുണ്ടാക്കിയപ്പോൾ BJP-യുടെ ഔദ്യോഗിക പക്ഷത്തിനെതിരായി പാലക്കാട് നിൽക്കുന്ന വിമത വിഭാഗമായിട്ടുള്ള ശിവരാജനും കൂട്ടരും അവർക്കൊരു ആഹ്ലാദം അത് ഉണ്ടാക്കിയെടുത്തുവെങ്കിലും സന്ദീപിന്റെ പിന്നീടുള്ള ചെയ്തികൾ അത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയും BJP-യുടെയും മറ്റു പരിവാർ പ്രസ്ഥാനങ്ങളിലെയും പ്രവർത്തകരെയും അത് സജീവമാക്കുമായിരുന്നു. BJP വിട്ട് സന്ദീപ് തുടക്കത്തിൽ സംസ്ഥാനത്തെ എല്ലാ നേതാക്കളെയും പേരെടുത്ത് BJP-യുടെ നേതാക്കന്മാർ വിമർശിക്കുകയും നരേന്ദ്രമോദിയെയും എന്തിന് RSS-നെയും വരെ നിശിതമായി വിമർശിക്കുകയായിരുന്നു. RSS-ഉം BJP-യും ഇവിടെ വിഭജനമാണ് ഉണ്ടാക്കുന്നതെന്നും
ഭിന്നിപ്പിച്ചുള്ള രാഷ്ട്രീയമാണ് ബി ജെ പിയുടേതെന്നുമൊക്കെ പറഞ്ഞ സന്ദീപ് വാര്യർ പിന്നീട് പാണക്കാട്ടേക്കെത്തി അവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായി കെട്ടിപ്പിടിച്ച് നിന്ന് BJP RSSനെ വിമർശിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം സമസ്തയുടെ ഓഫീസിലേക്കും അവിടെ എത്തി അവിടെ നേതാക്കളുടെയൊക്കെ അടുത്തെത്തിയ സന്ദീപ് ഇത് തന്നെ ആവർത്തിക്കുകയുണ്ടായി. ഇതിനിടയിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കം മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം BJP പാലക്കാട് വിജയിച്ചു വരാതിരിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുവാൻ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയുമായി വീടാന്തരം ഇറങ്ങിത്തിരിച്ചപ്പോഴാണ് RSS തന്നെ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചത്. ഇടഞ്ഞു നിൽക്കുന്ന എല്ലാ BJPക്കാരെയും അനുനയിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുവാനും വിമത നേതാവായിട്ടുള്ള ശിവരാജനടക്കമുള്ളവരെ കൃഷ്ണകുമാറിനൊപ്പം അണിനിരത്തുവാൻ വേണ്ടി സാധിച്ചതും BJPയുടെ നേട്ടമായി മാറുകയാണ്. ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും അടക്കമുള്ള നേതാക്കളും സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിനോട് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ പോലും വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ട് പാലക്കാട് അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടി വന്നു. മാത്രമല്ല പ്രധാന നേതാക്കന്മാരുടെ ബൂത്തുകളിൽ BJPക്ക് വോട്ട് കുറഞ്ഞാൽ അതിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന ഒരു നിർദ്ദേശവും RSS പരസ്യമായി BJP നേതൃത്വത്തിന് നൽകുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു BJPയുടെയും NDAയുടെയും അവസാന ലാപ്പിലെ പ്രകടനം. കൂടാതെ പാലക്കാട് മണ്ഡലത്തിലുള്ള ഈഴവ വോട്ട് സമാഹരിക്കാൻ അത് തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ നേരിട്ടിറക്കി ദിവസങ്ങളോളം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളികളാക്കാൻ സാധിച്ചതും BJP അതൊരു വലിയ നേട്ടമായി മാറിയിട്ടുണ്ട്. ആടി നിന്ന ക്രൈസ്തവ വോട്ടുകൾ അത് പെട്ടിയിലാക്കാൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അവസാന നിമിഷം കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടരെയും അങ്ങനെ മുനമ്പം പ്രശ്നം പരിഹരിക്കുവാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് മതമേലധ്യക്ഷന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടുവെങ്കിലും അതൊന്നും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏശിയില്ല. അതിൻ്റെ ഒരു തെളിവായിരുന്നു വോട്ട് ചെയ്ത് മടങ്ങിയ ക്രൈസ്തവര് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി തന്നെ ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്തത് BJPക്കാണെന്ന് പറയുവാൻ തയ്യാറായത്. പൊതുവെയുള്ള പാലക്കാട് നിന്നുമുള്ള രാഷ്ട്രീയ വിശകലനം കണക്കിലെടുക്കുമ്പോൾ അവിടെ NDA സ്ഥാനാർത്ഥി വിജയിച്ചു കയറുവാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. മുസ്ലിം സമൂഹം ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനായി ഒത്തുചേർന്നപ്പോൾ അതിൽ വിമുഖതയുള്ള ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമൂഹവും ഏറെക്കുറെ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അനുമാനം. മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ CPMലെ അനുഭാവികളുടെ വോട്ട് അത് BJPയിലേക്ക് ഒഴുകിയെത്തിയെങ്കിൽ അതിൻ്റെ തനിയാവർത്തനമായിരിക്കും പാലക്കാടും സംഭവിക്കുക.